ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. യുഎസിന്റെ കർശനമായ കുടിയേറ്റ നയങ്ങൾ ഇന്ത്യക്കും ചൈനയ്ക്കും തിരിച്ചടിയായി. വരും മാസങ്ങളിൽ കുടിയേറ്റ നിയന്ത്രണം കൂടുതൽ കടുക്കുമെന്ന് സൂചന. ഇന്ത്യ, ചൈന രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്ക് അമേരിക്കൻ കുടിയേറ്റ നിയമങ്ങൾ ആഘാതമായെന്ന് റിപ്പോർട്ട്. 2025 ആദ്യ 8 മാസങ്ങളിൽ 2024 അപേക്ഷിച്ച് 2.5 ലക്ഷം കുറവ് വിസകളാണ് US അനുവദിച്ചതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ളവർക്ക് അനുവദിച്ച വിസകളിൽ മാത്രം ഏകദേശം 84,000 എണ്ണത്തിന്റെ കുറവുണ്ടായി. ഇതിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികൾക്കും IT തൊഴിലാളികൾക്കുമായിരുന്നു. 2025 ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് 1 വർഷം മുൻപത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 11% കുറവ് സ്ഥിര താമസ താൽക്കാലിക വിസകൾക്ക് അംഗീകാരം നൽകി. ഈ വിസകൾ സാധാരണയായി വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, പൗരന്മാരുടെ കുടുംബാംഗങ്ങൾ, നിയമപരമായ താമസക്കാർ എന്നിവർക്കാണ് നൽകുന്നത്. ടൂറിസ്റ്റ് വിസകളുടെ എണ്ണത്തിലും ഈ കാലയളവിൽ കുറവുണ്ടായിട്ടുണ്ട്. 2025 ആദ്യ 8 മാസങ്ങളിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് ബിസിനസ്, ടൂറിസം വിസകളിൽ ഏകദേശം 3.4% കുറവ് രേഖപ്പെടുത്തി. 2024 ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ US 3.44 ലക്ഷത്തിലധികം സ്റ്റുഡന്റ് വിസകൾ നൽകിയിരുന്നു. 2025 ഇതേ കാലയളവിൽ ഈ എണ്ണം 2.38 ലക്ഷമായി കുറഞ്ഞു. വരും മാസങ്ങളിൽ നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സൈബർ സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തി UAE നൂതന മാർഗങ്ങളിലൂടെ ഡിജിറ്റൽ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. പ്രധാന മേഖലകളുടെ സംരക്ഷണവും സ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഡിജിറ്റൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി UAE അതിനൂതനമായ സൈബർ സുരക്ഷാ സംവിധാനമാണ് വികസിപ്പിച്ചതെന്ന് ഗവൺമെന്റ് സൈബർ സെക്യൂരിറ്റി കൗൺസിൽ തലവൻ ഡോക്ടർ മുഹമ്മദ് ഹമദ് അൽ കുവൈറ്റി പറഞ്ഞു. വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ, നിർണായകമായ മേഖലകൾ, സ്വകാര്യ സംഘടനകൾ എന്നിവയുടെ സൈബർ സുരക്ഷാ ഓപ്പറേഷൻസ് റൂമുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈബർ ആക്രമണ സാധ്യതകളെ 24 മണിക്കൂറും നിരീക്ഷിക്കുക, ബിസിനസ് സമൂഹങ്ങളെ പിന്തുണയ്ക്കുക, സൈബർ ആക്രമണങ്ങളെ നേരിടാനുള്ള സന്നദ്ധത വർദ്ധിപ്പിക്കുക തുടങ്ങിയവയ്ക്കായി നടത്തിവരുന്ന ശ്രമങ്ങളുടെ ഭാഗമായായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം. വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന സൈബർ ഭീഷണികൾ വേഗത്തിൽ കണ്ടെത്തുന്നതിനും ഡിജിറ്റൽ സംഭവങ്ങളോട് പ്രതികരിക്കാനുമുള്ള സ്ഥാപനങ്ങളുടെ സാങ്കേതികമായ കഴിവുകളും ഡോക്ടർ അൽ കുവൈറ്റി അവലോകനം ചെയ്തു. ഏത് സൈബർ ആക്രമണങ്ങളെയും നേരിടാനുള്ള സാങ്കേതികമായ കഴിവ് രാജ്യത്തിനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതു-സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള ഏകീകൃതമായ ശ്രമങ്ങൾ അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.